പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിനെ ഘട്ടത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പാർട്ടി വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിച്ചതും അതുപോലെ തന്നെ ഇലക്ഷനിൽ വലിയ നേട്ടം, അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് നേട്ടം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായതും ഒക്കെ കമ്മിറ്റി ഇന്ന് വിലയിരുത്തി. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടം അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഒന്നിനൊന്ന് മെച്ചമായി പാർട്ടി വളരെയധികം വളർന്നു. കൈതമില്ലത്ത് സൗദം, അതുപോലെ തന്നെ പാർട്ടി ഏറ്റെടുത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വയനാട് പ്രോജക്റ്റ് ഒക്കെ ഉൾപ്പെടെ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി വന്നു. ഇലക്ഷനിൽ നല്ല പെർഫോമൻസും ഉണ്ടായി. അതൊക്കെ ആണ് ഇന്ന് ദീർഘമായ യോഗ സമയത്ത് വിലയിരുത്തിയത്. ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള 2 മാസത്തെ കാര്യങ്ങളും വിലയിരുത്തി. സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ആഹ്ലാദ തിമിർപ്പിലുള്ള ഒഴുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിക്കൊക്കെ ഇടയിൽ നിന്നിട്ടുള്ള മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഞാനത് ആവർത്തിക്കുന്നില്ല. പൊതുവെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ പാർട്ടിക്ക് ഉണ്ടായ ഈ നല്ല കാലഘട്ടം, ചരിത്ര നേട്ടം, അതിൽ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് കമ്മിറ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് അത് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമൂഹത്തിൻ്റെ പൊതുവിലുള്ള നന്മക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള പല നിർദ്ദേശങ്ങളും കമ്മിറ്റിയിൽ ഉയർന്നു വരികയുണ്ടായി. അത് ചർച്ചയിൽ വളരെ വിശദമായി തന്നെ പല മെമ്പർമാരും പറഞ്ഞു, നിർദ്ദേശങ്ങൾ വെച്ചു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിലയിരുത്തി പിരിച്ച കമ്മിറ്റിയാണ് ഇന്നുണ്ടായത്. UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ നല്ല പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അതാണ് പറയാനുള്ളത്. സർക്കാർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ലീഗ് സ്വീകരിച്ച നിലപാടുകളെല്ലാം പല വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വഖഫ് ബോർഡിന്റെ മുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത് അമുസ്ലിം നിയമനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സെക്ഷൻ 14 നടപ്പാക്കി പുനഃസംഘടിപ്പിക്കുമെന്നാണ്. അല്ല, വഖഫ് ബോർഡ് സംബന്ധിച്ച് അതിൻ്റെ കോടതിയിലുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട് അതിനെല്ലാ വശങ്ങളും നോക്കി ഞങ്ങൾ പിന്നീട് പ്രതികരിക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ പ്രതികരിക്കാം, കുഴപ്പമില്ല. പക്ഷേ കോടതിയിലുള്ള മാറ്ററൊക്കെ ആകുമ്പോൾ കൊടുത്ത അഫിഡവിറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ നോക്കി ഞങ്ങൾ പിന്നെ അതുമാത്രമല്ല, വഖഫ് ബോർഡ് നോമിനേഷൻ ചെയ്യുമ്പോഴാണല്ലോ ഇനി ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. പുതിയ വഖഫ് ബോർഡ് നോമിനേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നാൽ അപ്പോൾ ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനിക്കും. ഈ ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല. ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സമയമായില്ല. സമയമാകുമ്പോൾ ലീഗലായിട്ടുള്ള വശങ്ങൾ നോക്കി പറയാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഒരു ഗവൺമെൻറ് പെർഫോമൻസ് പാർട്ടി, അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനില്ലേ. ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി അടുത്ത PM3 കഴിഞ്ഞ ഗവൺമെൻറ് വെച്ച ഒരു ട്രാപ്പാണ്. കഴിഞ്ഞ ഗവൺമെൻറ് അവർക്ക് പ്രതിപക്ഷം തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ജനറൽ ഫണ്ട് കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടേണ്ടി വന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞത് ഓൺ റെക്കോർഡാണ്. പോയി നോക്കാം. അപ്പം അതിൻ്റെ എന്ത് പ്രയാസം ഇന്ന് PM3 സംബന്ധിച്ച് ഇന്ന് കേരളം നേരിടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി അവരാണ്. അവരുടെ വക്താക്കൾ തന്നെ വൺ സൈഡറായിട്ട് പിന്മാറാൻ പറ്റാത്ത കരാറാണ് ഇതെന്നൊക്കെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ അന്തിമ നിലപാട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിനൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ കരിക്കുലത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ സ്കൂൾ സെലക്ട് ചെയ്യുന്ന ഇടപെടുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നാൽ വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യം ഞങ്ങൾ അപ്പം നോക്കും. കമ്മിറ്റിയുടെ ശുപാർശ വരട്ടെ, വിശദമായിട്ട് ഞങ്ങളുടെ കമ്മിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ അന്തിമ നിലപാട് പറയാം.
അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അന്തിമ നിലപാട് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പറയാം. ഈ കെടി മുഴുവൻ ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. അവർ പോയി ഒപ്പിടേണ്ട സാഹചര്യം അവർ നിയമസഭയിൽ അടക്കം വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അതുകൊണ്ട് ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ ഒപ്പിടേണ്ടി വന്നതാണ് എന്ന്. ഓൺസൈഡായിട്ട് പിന്മാറാൻ കഴിയൂല എന്നൊക്കെ അവരാളുകൾ തന്നെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. വസ്തുത ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയും കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. അത് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അന്തിമ തീരുമാനം എടുക്കും. പരിശോധിക്കും. അതാണ് കമ്മിറ്റി വെച്ചത്. അല്ല, ഈ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പ്രതിസന്ധി വരും. അപ്പോൾ കുറഞ്ഞ വിലക്ക് കറണ്ട് കിട്ടാനുള്ള ഒരു ലോങ് ടേം കരാറുണ്ടായിരുന്നു. ആ കരാറ് ഇല്ലാതായതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ആ ലോങ് ടേം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ലോങ് ടേം കരാർ ഉണ്ടായിരുന്നെങ്കിൽ മഴ ഇല്ലാതായാലും മഴ കുറയലും അങ്ങനെയുള്ളതൊക്കെ ഒരു ഹൈഡൽ പ്രോജക്റ്റിനെ ആശ്രയിക്കുന്ന കേരളത്തിൽ പ്രശ്നങ്ങൾ വരുത്തിയേക്കാം. അതൊക്കെ കണ്ടിട്ടാണ് കുറഞ്ഞ ചിലവിൽ കറണ്ട് കിട്ടാനുള്ള ലോങ് ടേം കരാറ് ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് ഉണ്ടാക്കിയത്. എന്തിനാ അത് കളഞ്ഞത്? അതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഇപ്പോൾ ബോർഡ് പറയുന്ന അതല്ലേ, കറണ്ട് കിട്ടിയ വിലക്ക് വാങ്ങിയാൽ വല്ലാതെ ബുദ്ധിമുട്ടോ ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ചെറിയ പ്രതിസന്ധി ഇപ്പം നമുക്ക് വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസം പറഞ്ഞിരിക്കുകയാണ്, മഴ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം, ശുഭാപ്തിവിശ്വാസികളാവുക. കഴിഞ്ഞ കാലം LDF ഇരുന്നുകൊണ്ടാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് സ്ഥാപിക്കലാണെങ്കിൽ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്ത് പറയുന്നത്, കഴിഞ്ഞ കൊല്ലം ഇടതുപക്ഷ ഗവൺമെൻറ് ഇരിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ മഴ പെയ്തതെന്ന് ഇപ്പോൾ ഞാൻ പറയണോ?